നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയ്ക്ക് പുറമെ കൂടുതൽ കൊറോണ ബാധിതരുള്ളതും കൂടുതൽ മരണസംഖ്യ രേഖപ്പെടുത്തിയതുമായ രാജ്യമാണ് ഇറാൻ. അതോടൊപ്പം തന്നെ പ്രവാസികൾ കൂടുതൽ അധിവസിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ ചുറ്റുമുള്ളതിനാൽ തന്നെയും ഇത് പ്രവാസികളെയും കൂടുതൽ ബാധിക്കുമെന്ന സംശയവും നിലനിൽക്കുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇറാനിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഇറാനിൽ മത്സ്യബന്ധന തൊഴിലിലേർപ്പെട്ട 1000-ഓളം ഇന്ത്യക്കാർ COVID-19 ഭീതിയിൽ തുടരുകയാണ്. ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനാണ് ഇവരുടെ ആഗ്രഹമെങ്കിലും സഹായത്തിന് ആരും എത്തിയിട്ടില്ലെന്ന് ഇവർ ഒരു പ്രമുഖ ചാനലിനോട് പറയുകയുണ്ടായി. ഇറാൻ മുഖാം റൂറൽ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ബന്ദർ ഇ ഷുറു എന്ന ദ്വീപിലും ഇതിനടുത്ത പ്രദേശങ്ങളിലുമാണ് ഭൂരിഭാഗവും കുടുങ്ങിയിരിക്കുന്നത്. ബന്ദർ ഇ ഷുറിയയിൽ മാത്രം 250-ലേറെ പേർ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇറാനിലെ ഇന്ത്യൻ എംബസിയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും സഹായം ലഭ്യമായിട്ടില്ലെന്ന് ഇവർ പറയുകയുണ്ടായി. കന്യാകുമാരി, തൂത്തുക്കുടി ജില്ലകളിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ളവരാണ് മത്സ്യബന്ധന തൊഴിലാളികളെന്നാണ് ലഭ്യമാകുന്ന വിവരം. മലയാളികൾ തന്നെ ആരുമില്ല. ഏകദേശം 2 വർഷത്തോളമായി ഇവരിൽ പലരും നാട്ടിലേക്ക് പോയിട്ട് മത്സ്യബന്ധനം നടത്തി ലഭിക്കുന്ന തുച്ഛമായ ശമ്പളത്തിലാണ് ഇവരും നാട്ടിലെ കുടുംബവും ജീവിക്കുന്നത്. ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു പലരും. എന്നാൽ അപ്പോഴേക്കും കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതോടെ തങ്ങളുടെ മടക്കയാത്ര പോലും അവതാളത്തിലായെന്നാണ് കൂട്ടത്തിലൊരാളായ കന്യാകുമാരി സ്വദേശി സഹയാസ്കർ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വിവാഹം ഈ മാസം തീരുമാനിച്ചിരുന്നെങ്കിലും അതിന് എത്തിപ്പെടാൻ സാധിച്ചില്ല. മറ്റു പലരും അടിയന്തര കാര്യങ്ങൾക്ക് പോകാനിരിക്കുന്നവരുമാണ്. കൊറോണ വൈറസ് ബാധ ഇറാനിലും ഉണ്ടായതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് തന്നെ. ഇതേ തുടർന്ന് ഇവരുടെ അടുത്തൊന്നും പുറത്തുനിന്ന് ആരും എത്തുന്നില്ല താനും. ഇതിനാൽ തന്നെയും ഭക്ഷണ സാധനങ്ങളെല്ലാം തീരാറായെന്നും ഈ നില തുടർന്നാൽ തങ്ങൾ പട്ടിണിയിലാകുമെന്നും ഇവർക്ക് ആശങ്കയുണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ മുഖാവരണം പോലും കയ്യിലില്ല. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമിഴ്നാട്, ഗുജറാത്ത് മുഖ്യമന്ത്രിമാരും ഇടപെട്ട് തങ്ങളെ രക്ഷപ്പെടുത്തണമെന്നും ഇവർ അഭ്യർത്ഥിക്കുകയാണ്. COVID-19 പൊട്ടിപ്പുറപ്പെട്ട ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് കൊറോണ ബാധയുണ്ടായതും മരണം സംഭവിച്ചതും ഇറാനിൽ തന്നെയാണ്. വ്യാഴാഴ്ച വരെ ഇറാനിൽ ആകെ 26 മരണം സംഭവിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 106 ആയി. നിലവിൽ ഇറാനിൽ ആകെ 245 കൊറോണ വൈറസ് ബാധിതരുമുണ്ട്. ഇറാനിൽ ആരോഗ്യ സഹമന്ത്രി അടക്കം കൊറോണ വൈറസ് ബാധിച്ചിട്ടുമുണ്ട്. കൊറോണ വൈറസ് ബാധയുടെ യഥാർത്ഥ വിവരങ്ങൾ ഇറാൻ മറച്ചുവെക്കുകയാണോ എന്ന് ഉത്കണ്ഠയുള്ളതായി US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കൊറോണ ബാധയെ പ്രതിരോധിക്കാനുള്ള അത്രയും സംവിധാനങ്ങൾ ഇറാന്റെ പക്കലില്ലെന്നാണ് US നിലപാട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.